എന്താ അവസ്ഥ? നിങ്ങൾ നോക്കണം. ഓ എന്തൊരവസ്ഥ! നിങ്ങള് അവസ്ഥ ഞങ്ങളെ പോലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ മഴയല്ലേ, ഒരു എന്താ പറയല് നമ്മുടെയൊക്കെ അവസ്ഥ വണ്ടിയുടെ അടിയിൽ മഴ ചെളിയിൽ വന്നു. നിങ്ങൾ വണ്ടിയുടെ അടിയില്ല, എന്റെ വീട്ടിൽ ഉളങ്ങരുന്നത്. പറയാതിരിക്കാൻ പറ്റുമല്ലോ. ഈ തോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് മെയ് മാസത്തെ സ്കൂള് തുറക്കുമ്പോഴാണ് സാറിന് മഴ. നമ്മുടെയൊക്കെ കണ്ട കാലം തൊട്ടേ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ്. ജൂൺ നന്ദി മഴ സ്കൂൾ തുറക്കലേ പോലെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതി തുടങ്ങിയ മഴയല്ലേ. ഇതിപ്പം ആദ്യം തെക്കൻ കേരളത്തിലാണ് കാലവർഷം വരേണ്ടത്. ഇപ്പൊ വന്നതെന്ന് വെച്ചാല് വടക്കൻ കേരളത്തിൽ. ഇപ്പൊ വേറെ പ്രശ്നം കേരളം ഏതും പറ്റും. നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മൾ ടി വിയില് മരം വീണ് വീട് കൊണ്ടു അല്ലെങ്കിൽ മരം വീണു. ഈ മരം ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. അതാ ഞാൻ ചോദിക്കുന്നറിയാം, ഇതൊന്നും മുറിച്ചു മാറ്റില്ല. കാരണം കാലാവസ്ഥ മാറും, മഴക്കാലം വരുന്നവർക്ക് ശരിക്കും അറിയാം. അതിന്റെ ഏറ്റവും സങ്കടം കരണ്ടിന്റെ കാര്യമാണ്. ഇവര് കമ്പുകൊത്താൻ പോകുമ്പോ പറമ്പിലുള്ളത് കമ്പുകൊത്തില്ല. ചെറിയ അവർക്ക് എത്തുന്ന ഒരു കണ്ടീഷൻ ഇവര് കൊത്തുകയും ചെയ്യും. മറ്റൊരാണെങ്കിൽ വീട്ടുകാരാണെങ്കിൽ മാങ്ങ പിടിക്കുന്ന അല്ലെ ചക്കയുണ്ട് പറഞ്ഞിട്ട് കൊത്തിക്കുമല്ലോ. ഇലക്ട്രിസിറ്റി എല്ലാം നേരെ ഭൂമിയിൽ അടിക്കാക്കേണ്ടി വരും. അതങ്ങനെ നമുക്ക് അത് പറയുന്ന പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേറൊരു വിഷയമുണ്ട്. ബൈ മീൻസ് ഈ സാധനം ഉള്ളത് ഇറത്തായങ്ങനല്ല പണി കിട്ടുന്നത് കിട്ടും. ഏത് കവറിങ് ആയാലും അല്ലേ. ഈ മഴക്കാലം കൊണ്ട് വന്നിട്ട് നമ്മള് ശ്രദ്ധിക്കണം. ഒന്ന് നമ്മള് മലയാളികൾ എന്തിനും മുന്നോട്ടാന്ന് പറയും. കുറെ കാര്യങ്ങൾ മലയാളികൾ ഒരുപാട് പുറകോട്ടാണ്. അത് വെച്ചാൽ മരങ്ങള് റോഡ് സൈഡിലാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി മരങ്ങൾ വെട്ടി മാറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ മരം കൊണ്ട് ബൈക്ക് യാത്രയോ മരിച്ചു. അത് സംഭവം അറിയാം. കുറച്ച് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിയ സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് ഇരിക്കൂല. ആ മഴ തന്നെ പോക്ക്. അല്ല ഈ മഴയത്ത് പോവാന്ന് പറഞ്ഞാൽ ഈ മഴ നിന്നിട്ട് എങ്ങനെ പോകണ്ടല്ലോ. എത്തുന്നുണ്ടല്ലോ നേരം. എന്ത് തിരക്കോടെ അവനൊരു ജീവന് വരില്ലേ. അങ്ങനെ പോണം. അതൊക്കെ തന്നെ അതൊരു വിഷയമാണ്. നമ്മള് പഞ്ചായത്തിന്റെ ആണെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ റോഡ് സൈഡിലെ മരം, അപ്പൊ ഒരു പ്രാവശ്യം എന്റെ കടയുടെ ഫ്രണ്ടിലെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് അന്ന് പഞ്ചായത്ത് അനുമതി മേടിച്ച് നമ്മൾ തന്നെ ആളെ നിർത്തി നമ്മൾ മരം മുറിക്കുമ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാർ തന്നെ അത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പിറക്കാൻ പാടില്ല, തണല് പോകുന്ന പ്രശ്നം ഉണ്ടായി. ഓക്കെ, പരിസ്ഥിതിയല്ല ഒരു പ്രാദേശിക പരിസ്ഥിതി എന്നൊക്കെ പറയാം. തണലില് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കാറ്റ് വരുമ്പോ ഈ പറഞ്ഞ കൈമാരല്ല ഓടാ ഒരു ദിവസം ചെറുപുഴയില്ലേ, ഞാൻ സാക്ഷിയാണ്. നായിനെ പിടിച്ചു, പട്ടി കൊടുത്തക്കാരൻ കുറച്ചു പോലെ പട്ടി കൊടുത്തക്കാരൻ വിളിച്ചിട്ട് നായിനെ പിടിച്ച് പറയാൻ പിടിച്ച് വണ്ടിക്കകത്ത് കൊണ്ടുപോയത്. ഒരുത്തരം ഓടി വന്നിട്ട് രണ്ട് ഫോട്ടോ. നായിനെ പിടിച്ചവനെയും കണ്ടില്ല, നായിനെ കണ്ടില്ല. ഓ നാട് ഇട്ടിട്ട് പോയി. കോടതി കണ്ടില്ലേ, ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരു പട്ടി അടിച്ചിട്ട് 4 മാസം തടവ് ഓണർക്ക്. അതിന് തർക്കമൊന്നുമില്ല, അതല്ലല്ലോ. പിന്നെ ഇതിപ്പോ ചെയ്യാനുള്ള കാര്യം ഇതാണ്. നമുക്കിപ്പോ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം നമ്മുടെ മഴക്കാല മുൻകരുതലുകൾ. ഇത് മുൻകരുതലുകൾ ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ തർക്കിക്കാൻ നിൽക്കുന്നില്ല. ഒരു കാര്യം സത്യമാണ്, മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട സമയങ്ങളിൽ സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് കുറെ കാര്യങ്ങൾ. അതിലൊരു വിഷയം തരും, വീടിന് അപകടകരമായ വിധം മരങ്ങളുണ്ടെങ്കിൽ അതിനെ മുറിച്ചു മാറ്റാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഉടമ, അതായത് നമ്മളോടൊപ്പം വേറെ ഉറപ്പിലെ പോകുന്നത് നമ്മൾ മുറിച്ചു മാറ്റണം, നമ്മൾ വഹിക്കണം പറയുന്നത്. എത്ര ആള് ചെയ്യുന്നുണ്ട് ഇത്? നിയമം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഫൈൻ അല്ല ശരി, ഫൈൻ അടിച്ചാലല്ലേ നിങ്ങൾ അടക്കൊണ്ടു പോകും. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ വന്നു പഞ്ചായത്ത് മെമ്പർക്ക് നിങ്ങളറിയില്ലേ, എന്നറിയില്ലേ? നമ്മളവിടെ എന്തെന്നാ പോയതായിട്ട് മുഖത്ത് നോക്കിട്ട് പറയുന്നത് മുറിക്കണേ എന്തെന്നാണ്ട് വേറെ അത് വേറെ കണ്ടു മാറ്റി. അങ്ങനെ നമ്മള് പരസ്പരം ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്.
കാരണം ഒരാളെ വീടിന്റെ മുകളിലേക്ക് ഒരു മരം നമ്മളത് അല്ല നമ്മളത് ചെയ്ത് കൊടുക്കണം. പക്ഷെ ആ ഒരു വേണ്ടത്ര സ്റ്റേണായിട്ട് പഞ്ചായത്ത് വന്നിട്ട് പറഞ്ഞില്ല. കാരണം എല്ലാരും പരസ്പരം അറിയുന്നവരും. അല്ല ഞാൻ പറഞ്ഞേക്ക് ഒരു ദുരന്ത മുഖം നോക്കാതെ നടപടി എടുക്കാനുള്ള അതെടുക്കണം. സന്തോഷമൊന്നുമില്ല, നമ്മളൊന്നും ആരുമില്ല, അതെടുക്കുക. അതാണ് നമ്മള്, അതായത് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ദുരന്ത മുഖത്ത് നല്ല നടപടി. കാരണം പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയില്ല, പല കാര്യങ്ങളും നമുക്ക് എല്ലാവരുടെ കാര്യങ്ങളും അറിയണമെന്നില്ല. പക്ഷെ മറ്റുള്ളവരെ അറിയിക്കാനും പരസ്പരം അറിയിക്കാനും അത് വിവേകത്തോടു കൂടി ആ കാര്യം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്നുണ്ടാകുന്ന കറണ്ടിന്റെ പ്രശ്നവും അതുപോലുള്ള ദുരന്തങ്ങളും ഒരു 80% തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചെടുക്കാവുന്ന ഒരു തീരുമാനത്തിലേ ഉള്ളൂ. ഈ ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മള് കരുതിയിരിക്കും. അത്ര തന്നെ, വേറെ ചെയ്യാൻ. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 99477715